പലയിടങ്ങളിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ. ഏതൊക്കെ ട്രെയിനുകളാണ് നിലവിൽ വൈകി ഓടുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നൽകാൻ കഴിയുമോ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിലധികമായി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരുവിലേക്കും ഒക്കെ പോകുന്ന ട്രെയിനുകളാണ് കൂടുതലും വൈകി ഓടുന്നത്. ദീർഘദൂര ട്രെയിനുകളാണ് ഈ വൈകി ഓടുന്നത്. അത് വലിയ രീതിയിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. റെയിൽവേ പക്ഷേ മുൻകരുതൽ സ്വീകരിക്കണം, ഒപ്പം തന്നെ യാത്രക്കാരോട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മളിപ്പോൾ അറിയുന്നത് പ്രകാരമാണ് എങ്കിൽ തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് ആണ് 2 മണിക്കൂറിലധികമായി വൈകി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം മുംബൈ CST എക്സ്പ്രസ് 1.5 മണിക്കൂറും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 6:30 പുറപ്പെടേണ്ട മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള വൈകി ഓടലുകളും ഒപ്പം തന്നെ ചില സ്റ്റേഷനുകളിൽ പിടിച്ചിടുന്ന സാഹചര്യമുണ്ട്. കൊല്ലം എറണാകുളം മെമു വൈകി ഓടുകയാണ്. 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനും 39 മിനിറ്റോളം വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള യാത്രാ ദുരിതം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ട്രെയിനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അത് പ്രധാനമായും പല സ്റ്റേഷനുകളിലെയും പല റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗങ്ങളിലും ഈ മരം കടപുഴകി വീഴുന്നതാണ് റെയിൽ ഗതാഗതം കാര്യമായി തന്നെ സ്തംഭിക്കാനും ഒപ്പം തന്നെ പലയിടത്തും ട്രെയിൻ പിടിച്ചിടാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ റോഡ് ഗതാഗതവും പലയിടത്തും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല, നിലവിലെ സാഹചര്യത്തോട് സഹകരിക്കണം എന്നുള്ളതാണ് റെയിൽവേ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ കൂടുതൽ ട്രെയിനുകൾ വൈകി ഓടാനും ഒപ്പം തന്നെ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അത് കണ്ട് യാത്രക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളതും മുന്നറിയിപ്പും അറിയിപ്പുമായി വരുന്നുണ്ട്. എന്തായാലും മഴ ശക്തി പ്രാപിക്കുകയാണ്. ശക്തമായ കാറ്റ് ഒപ്പം തന്നെ മഴക്കെടുതിയൊക്കെ സംസ്ഥാനത്തും തലസ്ഥാന ജില്ലയിലും രൂക്ഷമാവുകയാണ്. രോഹിണി. ശരി ശാലിനി, വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കൃത്യമായി പറയുന്നുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന വിവിധ നദികൾ സംസ്ഥാനത്തുണ്ട്. അവയെല്ലാം ഓറഞ്ച് അലേർട്ടിന് കീഴിലാണ്. അവയുടെ തീരത്ത് താമസിക്കുന്നവരെല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മാറി താമസിക്കാനുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അതനുസരിക്കണമെന്നും ഒക്കെയുള്ള നിലവിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.